പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി 6 തിങ്കളാഴ്ചയാണ്. കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇന്നത്തെ ആവശ്യം പറയുക. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തില് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രഭാതത്തിൽ മാധ്യസ്ഥം വഹിക്കണമേ. അമ്മേ, അമ്മയുടെ മാധ്യസ്ഥം ഇന്നും മുഴുവൻ നിറഞ്ഞു നിൽക്കണമേ. ഞങ്ങൾ വീണ്ടും എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റിക്കൊണ്ട് തിരിച്ച് ഈ ഭവനത്തിലേക്ക് വരുന്നത് വരെ, ഞങ്ങൾ വിശ്രമിക്കുന്ന ഇടങ്ങളിലേക്ക് ചെല്ലുന്നത് വരെ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും അങ്ങ് നിറഞ്ഞു നിൽക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ തിരുമുറിയാടുന്ന വലതുകരത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ആശ്രയിക്കപ്പെടട്ടെ. നമ്മുടെ കർത്താവിൻ്റെ മുൾക്കടത്ത് ഒഴുകുന്ന വിശുദ്ധമായ രക്തത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ആശ്രയിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ നിങ്ങൾ ആശ്രയിക്കപ്പെടട്ടെ. ഇന്ന് വരെ കൃപാസനത്തിൽ അല്പം അർപ്പിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ദേവരിയുടെ ശക്തിയാൽ നിങ്ങൾ ആശ്രയിക്കപ്പെടട്ടെ. ഇന്ന് മുതൽ കൃപാസനത്തിലുള്ള 10,000 ആരാധന ശക്തിയാൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ആശ്രയിക്കപ്പെടട്ടെ. ഞാൻ കരയിലും കടലിലും നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ധ്യാനങ്ങളുടെ ശക്തിയാൽ നിങ്ങൾ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിന് മേൽ ദൈവതീരുമാനം ഉണ്ടാകട്ടെ.
നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ ഇന്ന് ദൈവതീരുമാനം ഉണ്ടാകട്ടെ. നിങ്ങളെ പ്രതിരോധിക്കുന്ന വ്യക്തികൾ ഇന്ന് യേശുക്രിസ്തുനാമം നീങ്ങിപ്പോകട്ടെ. നിങ്ങളെ പ്രതിരോധിക്കുന്ന വ്യക്തികൾ ഇന്ന് യേശുനാമം നീങ്ങിപ്പോകട്ടെ. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന തടസ്സങ്ങൾ ഇന്ന് ഉത്തിതനായ കർത്താവിൻ്റെ ശക്തിയാൽ മാറിപ്പോകട്ടെ. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന തടസ്സങ്ങൾ യേശുക്രിസ്തു ശക്തിയാൽ മാറിപ്പോകട്ടെ. കർത്താവെ കടന്നു വരണമേ. കർത്താവെ ശക്തി ഒഴുക്കണമേ. കർത്താവെ ഈ പ്രാർത്ഥനയിൽ ഭക്തിയോടെ പങ്കെടുക്കുന്ന 10,000 മനുഷ്യരുണ്ട് കർത്താവെ. അവരെല്ലാം നീ ആശീർവദിക്കണം. അവിടെ ഇടങ്ങളിലെല്ലാം നീ കയറി ചെല്ലണം. അവിടെ സങ്കടങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളിലെല്ലാം കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ആപസിക്കട്ടെ. കർത്താവെ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ സാമ്പത്തികമായ ജീവിത വിഷയങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന മക്കളെക്കുറിച്ചുള്ള വേദനകൾ, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള നൊമ്പരങ്ങൾ, നിൻ്റെ ഭവനത്തെ നിൻ്റെ പാർപ്പിടത്തെക്കുറിച്ചുള്ള സങ്കടങ്ങൾ, യേശുക്രിസ്തു നാമത്തിൽ അത് പരിഹരിക്കാനുള്ള നിൻ്റെ മുഴുവൻ ഉദ്യമങ്ങൾ, നിൻ്റെ വീട്ടിൽ വെള്ളം കയറാതെ തറ ഈർക്കാതെ നിൻ്റെ സ്ഥലങ്ങളെല്ലാം പല വ്യക്തികളും കുടുംബത്തിൽ പലതര ശ്വാസം മുട്ട അനുഭവിക്കുന്നുണ്ട്. ചില ആൾക്കാർ ചില സൈഡിലൊക്കെ കാട് വളർന്നു നിൽക്കണ കാരണം അതിൽ ഉടയക്കാലം വെട്ടണമില്ല. പാമ്പുകളെല്ലാം നമ്മുടെ വീട്ടിൽ കയറി വരുന്നു, പറഞ്ഞിട്ട് കേൾക്കണമില്ല. അങ്ങനെ വിഷമിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ തീയും പുകയൊക്കെ ഇടുമ്പോഴും അതുപോലെ സമീപത്തുള്ള ഫാക്ടറികളിൽ നിന്നുമൊക്കെ എല്ലാം അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള മൃഗങ്ങളെയും മറ്റു ജീവികളെയും വളർത്തുന്ന മൂലം അതുപോലെ തന്നെ പൊടിയുടെ യന്ത്രങ്ങൾ മൂലമൊക്കെ ഒത്തിരി പൊടിയും ശ്വാസവും മുട്ടി കർത്താവ് പലതരത്തിൽ ചില സ്വരത്തിലൊക്കെ പാട്ട് വെച്ചിട്ട് മക്കൾക്ക് പഠിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഇവിടുന്ന് എവിടെയെങ്കിലും വിറ്റ് ചുട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചാൽ മതിയെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെടുന്നവർ ശ്വാസം മുട്ടി മനസ്സ് മടുത്ത് ജീവിക്കുന്നവരുണ്ട്. ഈശോയെ അവരെ എല്ലാം നീ ആശീർവദിക്കണം. അവരെ എല്ലാം സാഹചര്യം പൊക്കിയെടുത്തുകൊണ്ട് വരണം കർത്താവെ. പലരും കർത്താവെ പലതരത്തിലുള്ള മലീമസമായ ജീവിത സാഹചര്യങ്ങളിൽ പെട്ടുപോയിരിക്കുന്നവരുണ്ട് ഈശോയെ. ചിലർക്ക് വഴിയില്ല, ചിലർക്ക് മണിക്കൂറോളം നടക്കണം ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി. അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട് ഈശോയെ. ചിലർ മലമുകളിൽ താമസിക്കുന്നു, ചിലർ കടലറ്റത്ത് താമസിക്കുന്നു. അത് ക്ഷോഭകാലങ്ങളിൽ എല്ലാം എപ്പോഴും വിറങ്ങലിച്ച് ജീവിക്കുന്നു. ചിലർ ജോലി കാരണം ആ ജോലി ഇനി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. പക്ഷേ അത് ജീവിക്കാൻ മാർഗമില്ലാതെ വരുന്നു. കർത്താവ് ഓരോരോ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെല്ലാം 1-4 അനുസരിച്ച് കൊണ്ട് ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്, എല്ലാ തരത്തിലും ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ പറഞ്ഞ ദൈവത്തിൻ്റെ സഹായഹസ്തം നിങ്ങളെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവർ പഠിക്കണത് തലക്കയറുന്നില്ല, പഠിക്കുന്ന പരീക്ഷ കിട്ടുന്നില്ല, ക്ലാസ്സിൽ എപ്പോഴും ആക്ഷേപപാത്രമാകുന്നു, ക്ലാസ്സിലെപ്പോഴും മാർക്ക് കുറഞ്ഞു പോകുന്നു, ഇനി ആ സ്കൂളിൽ പഠിക്കണില്ല, അവിടെ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാസങ്ങളായിട്ട് ഡിപ്രഷൻ അടിച്ച് പഠനം മുടക്കിയിരിക്കുന്ന മക്കളെ കർത്താവ് നീ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തമ്മിൽ പറഞ്ഞ വഴക്ക് ഒരിക്കലും ശ്രമിക്കാൻ പറ്റുന്നില്ല. ഇനി വഴക്കൊന്നും വേണ്ട, ഒരുമിച്ച് സഹിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞാലും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും വിഷയങ്ങളുണ്ടാകുന്ന പൊട്ടിത്തെറിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവ് നീ കയറി ചെല്ലുന്ന പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ മാസങ്ങളായി വർഷങ്ങളായി പലതരത്തിലുള്ള സന്ധിപ്പ് കിട്ടാത്ത പ്രായമായവരെ കാണിക്കുന്നുണ്ട്. അവർ കർത്താവ് വിവിധ പല സ്ഥലങ്ങളിൽ മാനസിക രോഗ ആശുപത്രികളിലും അതുപോലെ മനോരോഗ ആശുപത്രിയിലും കിടപ്പ് രോഗികളായിട്ടുള്ളവർ കർത്താവ് പല രോഗങ്ങളെക്കുറിച്ച് കർത്താവ് രാത്രി എങ്ങനെ കഴിച്ചുകൂട്ടും, ഇന്ന് ആ രാത്രി രോഗം വരല്ലേ എന്നൊക്കെ ഓർത്തുകൊണ്ട് വേവലാതി കൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ നീ സന്ധിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളം ദൈവശക്തിയാൽ ഈ നിമിഷം ദൈവത്തിൻ്റെ കാറ്റ് നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. മക്കളെ, നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാനെന്നുള്ള വാക്യമാണ്. ആ വാക്യം വായിച്ചേ. 1 കൊരിന്തോസ് 11:11-23-24 വാക്കുകൾ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും പൗലോസിന് ലഭിച്ചതും പൗലോസ് നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത്
അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കുർബാന പോരാ. വിശുദ്ധ സെബസ്ത്യാനോസ് അഗസ്ത്യൻ പറഞ്ഞാണ്, പരിശുദ്ധ കുർബാന പോരാ. ഇനി വീണ്ടും കർത്താവ് വചനം മാംസമായി മനുഷ്യാവതാരം ചെയ്താലും കുരിശിൽ മരിച്ചാൽ പോലും അങ്ങനെ ഉണ്ടാകത്തില്ല എന്നൊക്കെയുള്ളതാണ് ചെയ്തത്. പക്ഷെ അതല്ല, ദൈവത്തിന് കുർബാന പോലെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രയൊക്കെ സൂപ്പറാണ്. ഇതിനകത്ത് വരുന്നൊരു വിഷയം അറിയാമോ? കുർബാന എന്ന് പറയുന്നത് ഈ ലാറ്റിൻ മാസിലെ ദ മാസിസ് സെൻറ്റഡ് ഗോയിൻ പീസ് എന്ന് പറയും. ജനങ്ങൾക്ക് പിരിഞ്ഞു പോകാം. അവിടുത്തെ മാസ് എന്ന് പറയുന്നത് ജനക്കൂട്ടമാണ്. അത് പണ്ട് മുതലേ ഉള്ള സഭയുടെ പ്രൗഢോജ്വലമായ പുരാതന പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്നും കുർബാനയിൽ മാറ്റപ്പെടാത്ത ഒരു ഭാഗമാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, കുർബാന ഒരിക്കലും അവസാനിക്കണില്ല. ഇപ്പം എന്താ പറയണേ? ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം പാനപാത്രം എടുത്തുകൊണ്ടാണ് ആരും ചെയ്തു. ഇത് പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന പുതിയ ഉടമ്പടിയുടെ രക്തത്തിലുള്ള എൻ്റെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. അപ്പോൾ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടെന്നറിയാമോ? അതിനകത്ത് ഇന്ന് ഈ ദിവസങ്ങളിൽ ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അറിയാൻ പാടാത്തൊരു കാര്യമുണ്ട്. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റയ്ക്കെടുക്കപ്പെട്ട രാത്രിയുടെ കുഴപ്പം അതാണ്. രാത്രിയുമാണ്. പിന്നെ എന്താണ് രാത്രി നല്ല കാര്യമല്ലല്ലോ, കാണാൻ പോലാത്ത രാത്രി, ഇരുട്ടായ രാത്രി. ഇരുട്ടുമ്പോഴാണല്ലേ ഒറ്റക്കൊടുക്കൊക്കെ വരുന്നത്. അപ്പം ഈ ഒരു ക്ലേശമായിട്ട് ഒറ്റക്ക് വരത്തില്ലേ, വരുമ്പോൾ എല്ലാം കൂടിയേ വരത്തുള്ളൂ. ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ കണ്ട കർത്താവിൽ നിന്ന് എനിക്ക് കയ്യേൽപ്പിച്ച് തന്നത് എന്താണെന്നറിയാമോ? എനിക്ക് ലഭിച്ചത് താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി. സിറ്റുവേഷൻസ് തന്നെ പറയണം, സമയത്തിന്റെ പ്രത്യേകത പറയണം. ആ രാത്രി എന്താണ്? അവൻ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ എന്താണ് ഈശോ ചെയ്യണത്? കൃതജ്ഞത അർപ്പിച്ചെന്ന്. അതാണ് കുർബാനയുടെ ആഴം എന്ന് പറയുന്നത്. നമ്മുടെ രാത്രികളെ ഒറ്റിക്കൊടുക്കപ്പെടുന്ന ഒറ്റിക്കൊടുക്കപ്പെട്ട നൊമ്പരമില്ലേ, ആ നൊമ്പരത്തെ കൃതജ്ഞതയാക്കിയാണ് മാറ്റുന്നത് ഈശോ. അത് എൻ്റെ മക്കളെ, ഒരു കാര്യം ഭയങ്കരമായ സത്യമാണ്. ഞാനിപ്പോൾ മാതാവിനെ നേരിട്ട് കണ്ടുകൊണ്ട് പറയുകയല്ല, അതിപ്പോൾ ഒരു കുറവായിട്ട് ചില സമയത്ത് തോന്നും. ഇപ്പം ഈ അമ്മയെ കണ്ടപ്പം നിത്യത എന്താണെന്ന് ഞാൻ കണ്ടില്ലേ? കണ്ടത് പിന്നെ വിശ്വാസമല്ലല്ലോ, കണ്ടത് നമ്മൾ അനുഭവിച്ചല്ലേ. അപ്പം അതുപോലെയുള്ള പ്രശ്നങ്ങൾ വെച്ചാൽ കുർബാനയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇപ്പോൾ ഒരേ സമയം തന്നെ എന്താ സംഭവം? രാത്രിയുമായി ഒറ്റിക്കൊടുക്കപ്പെടുകയും ചെയ്തു. ഈ ഒറ്റിക്കൊടുക്കപ്പെട്ടവൻ്റെ രാത്രികളിലെ ഈശോ ചെയ്തത് എന്താണ്? കൃതജ്ഞത പ്രകാശിപ്പിച്ചെന്നാ പറയണം. ആ ഈശോയിലേക്ക് ഭയങ്കര ദൂരമാണ്. എല്ലാവരും ആൾത്തർ ക്രിസ്തു എന്നൊക്കെ ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും പറയും, വൈദികൻ ആൾത്തർ ക്രിസ്തുസാന്ന് പറയും. അപ്പം ഞാനത് വലിയ ഭയഭക്തിയോടെ അംഗീകരിച്ച് ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ട്. കാര്യം സഭയുടെ പഠനങ്ങൾ അതാണ്. പക്ഷെ അതല്ല പ്രശ്നം. അതൊക്കെ എന്തുമാത്രം ദൂരമാണെന്നറിയാമോ? ക്രിസ്തു ഒറ്റിക്കൊടുക്കപ്പെടുന്ന ക്രിസ്തു ആരാണെന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തു സ്വത്വം എന്താണ്? ഒറ്റിക്കൊടുക്കപ്പെടുന്ന ഒരു രാത്രിക്ക് അവകാശമാകുമ്പോൾ സ്വത്വം പറയാൻ കഴിയണല്ലേ ക്രിസ്തു? പറയാൻ കഴിയുമോ? അപ്പോൾ എന്ത് അകലമാണ് യാത്ര ക്രിസ്തു എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാനേ പറ്റത്തുള്ളൂ. ഈ പരിശ്രമമാണ് ജീവിതം. എന്നിട്ട് എന്ത് ഈശോ പറയും? ഈ അപ്പം എടുത്തിട്ട് മുറിച്ചിട്ട് പറയും, മുറിക്കുമ്പോഴേ എല്ലാ മുറിവുകളും ഓർമ്മയ്ക്കായി ചെയ്യാൻ പറയും. കുർബാന ഒരു ആഘോഷമാണ് ശരിക്കും, എല്ലാ മുറിവുകളും. പക്ഷേ ആ മുറിവേറ്റത് എന്തിനാണ്? ആ മുറിവേറ്റത് അവൻ്റെ ഓർമ്മയ്ക്കായാണ്. അപ്പം എടുത്ത് മുറിച്ച്
പറഞ്ഞ് ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ, എല്ലാ മുറിവുകളും അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാനുള്ളതാണ്. നമ്മൾ ദൈവസ്നേഹം വർദ്ധിക്കാനും കൃപ വർദ്ധിക്കാനും അപ്പം മുറിക്കുമ്പോഴേ കർത്താവ് അത് കൃതജ്ഞതാസ്തോത്രം ചെല്ലുമ്പോഴേ പരിശുദ്ധാത്മാവ് അതിലേക്ക് ആവശ്യിക്കും. എല്ലാ മുറിവുകളും ഓർമ്മ ആഘോഷിക്കുമ്പോഴേ അതിൽ പരിശുദ്ധാത്മാവ് നിറയും. മുറിവുകൾ ആഘോഷിക്കപ്പെടണം, കുർബാനയായി ആഘോഷിക്കപ്പെടണം. മുറിവുകൾ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിപാലനയായി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസ്നേഹം വർദ്ധിക്കാൻ ഉള്ള ബലം, ആത്മീയ ബലം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങൾ ശക്തരാകുക, മുറിവുകളിൽ പതറാതെ മുന്നോട്ട് പോവുക. പ്രൈസ് ദി ലോർഡ്.